കഴിഞ്ഞ ദിവസം സർക്കാരിന് നാണക്കേടുണ്ടാക്കിക്കൊണ്ട് ജയിൽ ചാടിയ കൊടും ക്രിമിനലായ ഗോവിന്ദസ്വാമിക്ക് ജയിൽ ചാടാൻ ആരുടെയും സഹായം ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. സെല്ലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടും ജയിലിന്റെ പുറത്തു കിടക്കാൻ വൈകിയതും മറ്റ് സഹായങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണെന്ന് പോലീസ് പറയുന്നു. ഗോവിന്ദസ്വാമി ജയിൽ ചാടിയ സംഭവത്തിൽ ഗുരുതര വീഴ്ച സംഭവിച്ചു എന്നാണ് ജയിൽ DIGയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതോടെ കൂടുതൽ പേർക്കെതിരെ നടപടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇയാൾക്ക് സഹായം ലഭിച്ചില്ല എന്ന് പോലീസ് പറയുന്നതിന്റെ പ്രധാന കാരണം പൊതുവെ പ്രശ്നക്കാരനായ ഗോവിന്ദസ്വാമിക്ക് മറ്റ് തടവുകാരുമായി അടുപ്പമുണ്ടായിരുന്നില്ല എന്നാണ്. ജയിൽ ചാടുന്ന സമയത്ത് CCTVയുടെ നിരീക്ഷണ ചുമതലയുണ്ടായിരുന്ന ജീവനക്കാർ തടവുകാരുമായി ആസ്പത്രിയിലായിരുന്നു എന്ന വാദം DIG നിഷേധിക്കുകയും ചെയ്തു. ആസ്പത്രിയിൽ പോയിരുന്നു എങ്കിലും ഗോവിന്ദസ്വാമി ജയിൽ ചാടുമ്പോൾ അവരെല്ലാം ജോലിയിലുണ്ടായിരുന്നു. CCTV ദൃശ്യങ്ങൾ കൃത്യമായി നിരീക്ഷിക്കാതിരുന്നതും ഗോവിന്ദസ്വാമിയുടെ മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകൾ മനസ്സിലാക്കാതെ പോയതുമാണ് ജീവനക്കാരുടെ വീഴ്ചകളിൽ പ്രധാനം. വൈദ്യുത വേലി പ്രവർത്തിക്കാതിരുന്നിട്ടും അറ്റകുറ്റപ്പണി നടത്തിയില്ല, ജയിൽ ചട്ടം ലംഘിച്ച് ഗോവിന്ദസ്വാമി താടി വളർത്തിയത് ശ്രദ്ധിച്ചില്ല തുടങ്ങിയ കാര്യങ്ങളും റിപ്പോർട്ടിലുണ്ട്. ഇത്രയും കുപ്രസിദ്ധനായ ഒരു ക്രിമിനൽ താടി വളർത്തുന്ന ജയിലിൽ ആരും ശ്രദ്ധിച്ചിട്ടില്ല. ഉപ്പുകൊണ്ട് സെല്ലിലെ ഇരുമ്പഴികൾ ദ്രവിപ്പിച്ച് അറുത്തുമാറ്റും, ശോഷിപ്പിച്ച ശരീരവും കൊണ്ട് അതിൽ കൂടി പുറത്തു കടക്കും. 7.5 മീറ്റർ ഉയരമുള്ള മതിൽ ചാടിപ്പോകും. ജയിലിൽ നിന്നും മോചനം കിട്ടിപ്പോയ പഴയ തടവുകാരുടെ തുണികൾ ഇയാൾ ശേഖരിച്ചു വെച്ച് അതുകൊണ്ട് വടം ഉണ്ടാക്കും. കമ്പികൾ മുറിക്കാൻ ഹാക്സോ ബ്ലേഡ് കിട്ടും. ഇതൊന്നും പരസഹായമില്ലാതെ ഒറ്റക്കൈയുള്ള ഗോവിന്ദസ്വാമി ചെയ്തെന്ന് വിശ്വസിക്കുന്നത് ഒരുപക്ഷെ പോലീസുകാർ മാത്രമായിരിക്കും. കണ്ണൂർ സെൻട്രൽ ജയിലിലെ ജീവനക്കാരുടെ കുറവും ഈ സുരക്ഷാ വീഴ്ചയ്ക്ക് ഒരു കാരണമാണ്. 150 ജീവനക്കാർ വേണ്ടിയെടുത്ത് 106 ആളുകളാണ് ഉള്ളത്. എന്നാൽ തടവുകാർ കൂടുതലാണ്. 940 തടവുകാരെ പാർക്കാൻ സൗകര്യമുള്ള ജയിലിൽ 1118 പേരുണ്ട്. ഒരു ബ്ലോക്കിന്റെ ചുമതലയുള്ള ആൾ 200 തടവുകാരെ നോക്കണം എന്നതാണ് അവസ്ഥ. ഈ ജയിലിൽ ഒരു കലാപം ഉണ്ടായാൽ തടയാൻ പോലും ആകില്ല. അത് വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണ്. ഗോവിന്ദസ്വാമിയെ പിടികൂടിയതിൽ പോലീസിന് കാര്യമായി അഭിമാനിക്കാൻ ഒന്നും തന്നെയില്ല. മാധ്യമങ്ങളിലൂടെ വാർത്ത പരന്നതോടെ ജനങ്ങളും ജാഗരൂകരായിരുന്നു. കാരണം ജയിൽ അധികാരികളുടെ അനാസ്ഥ മൂലം പുറത്ത് ചാടിയിരിക്കുന്നത് കൊടും ക്രിമിനലാണ്. അയാൾ ഏത് വീട്ടിൽ കയറി എന്ത് അക്രമം കാണിക്കുമെന്ന് പറയാനാവില്ല. ആ ഒരു ജാഗ്രത കാരണമാണ് ആളുകൾ ഇയാളെ തിരിച്ചറിഞ്ഞതും ഓടി ഒളിക്കാൻ കിണറ്റിൽ ചാടിയത്. ഇയാൾ പിടിയിലായില്ലെങ്കിൽ എന്തൊക്കെ ചെയ്യുമായിരുന്നു എന്ന് ആർക്കും പറയാൻ കഴിയില്ല. ഇതുപോലെ ജനങ്ങൾ ഭീതിയോടെ കണ്ടിരുന്ന മറ്റൊരു കൊലയാളിയും ജയിൽ ചാടിയത്. 8 കൊലപാതകങ്ങളും 14 കവർച്ചകളും നടത്തി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട റിപ്പർ ജയാനന്ദൻ പൂജപ്പുര ജയിൽ ചാടി. റിപ്പർ ജയാനന്ദൻ കണ്ണൂരിൽ നിന്നും ഒരിക്കൽ ചാടിപ്പോയി. 2 തവണയും റിപ്പർ ജയാനന്ദന്റെ കൂടെ ഓരോ സഹതടവുകാരും ഉണ്ടായി. സെല്ലിന്റെ ഇരുമ്പ് കമ്പി മുറിച്ചാണ് ജയാനന്ദനും രക്ഷപ്പെട്ടത്. ജയിലിൽ മെയിന്റനൻസ് പണി നടക്കുമ്പോൾ കയ്യിലാക്കിയ ഹാക്സോ ബ്ലേഡ് ഉപയോഗിച്ച് കമ്പി മുറിച്ചായിരുന്നു റിപ്പർ ജയാനന്ദനും കൂടെ ഊപ്പരാജേഷും പൂജപ്പുരയിൽ നിന്നും രക്ഷപ്പെട്ടത്. സെല്ലിൽ നിന്ന് പുറത്തിറങ്ങി സുരക്ഷാ ബ്ലോക്കിന്റെ മതിൽ ചാടിക്കടന്ന് ജയിൽ ആശുപത്രിയിൽ അവിടെ നിന്ന് കിട്ടിയ ബെഡ്ഷീറ്റുകളും ടവലുകളും ഉപയോഗിച്ചായിരുന്നു മതിൽ ചാടിക്കടന്നത്. ജയിൽ ചാടിയതിനു ശേഷം ജയാനന്ദനും രാജേഷും 2 വഴിക്ക് തന്നെ പിരിഞ്ഞു. അന്നും പോലീസിനൊപ്പം മാധ്യമങ്ങളും ജയാനന്ദന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. രാജേഷിനെ 2 ആഴ്ചയ്ക്ക് ശേഷം കരുനാഗപ്പള്ളിയിലെ വീടിനടുത്ത് വെച്ചാണ് പിടികൂടിയത്. അപ്പോഴും ജയാനന്ദൻ ഒളിവിലായിരുന്നു. പിന്നീട് സെപ്റ്റംബറിലാണ് ജയാനന്ദനെ തൃശൂർ ജില്ലയിലെ നെല്ലായിൽ നിന്നും പോലീസ് പിടികൂടുന്നത്. കേരളത്തിലെ എല്ലാ സെൻട്രൽ ജയിലിലും തടവിൽ കഴിഞ്ഞിരുന്ന ആളാണ് ജയാനന്ദൻ. 3 സ്ഥലങ്ങളിൽ നിന്നും ജയിൽ ചാടാൻ ശ്രമിച്ചിരുന്നു. 2 എണ്ണം വിജയിച്ചു. വിയ്യൂരിലേത് പരാജയപ്പെട്ടു. കണ്ണൂരിൽ ജയാനന്ദൻ കിടന്ന അതേ ബ്ലോക്കിലാണ് ഇക്കഴിഞ്ഞ ജൂലൈ 24 വരെ ഗോവിന്ദസ്വാമിയും കഴിഞ്ഞത്. അവിടെയും സമാന രീതിയിലായിരുന്നു ജയാനന്ദന്റെ ജയിൽ ചാട്ടം. അന്ന് റിയാസ് എന്നൊരു തടവുകാരനെയും ഇയാൾ കൂടെ കൂട്ടിയിരുന്നു. കമ്പിക്കുള്ളിലൂടെ പുറത്തു കടക്കാൻ ശരീരത്തിന്റെ വണ്ണവും കുറച്ചിരുന്നു. അന്ന് ചാടിയ ജയാനന്ദനെ 2 മാസം കഴിഞ്ഞ് ഊട്ടിയിൽ നിന്നാണ് പിടികൂടി. കൂടെ രക്ഷപ്പെട്ട റിയാസിനെ കാസർഗോഡുള്ള കാമുവിയുടെ വീട്ടിൽ നിന്നും പിടിക്കുകയായിരുന്നു. കണ്ണൂരിലെ സുരക്ഷ പോരെന്ന് മനസ്സിലാക്കിയാണ് ജയാനന്ദനെ പൂജപ്പുര ജയിലിൽ എത്തിക്കുന്നത്. എന്നാൽ അവിടെ വെച്ച് വീണ്ടും ഇയാൾ ജയിൽ ചാടി. എന്നാൽ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയപ്പോൾ സെല്ലിൽ നിന്നും ടോയ്ലറ്റിലേക്ക് ഒരു തുരങ്കമുണ്ടാക്കിയും ജയാനന്ദൻ രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ അത് ഫലം കണ്ടില്ല. ഈ കൊടും ക്രൂരൻ ജയാനന്ദനെയും വിശുദ്ധനാക്കി മാറ്റാൻ ചിലർ ശ്രമിച്ചിരുന്നു. ജയാനന്ദൻ ജയിലിൽ വെച്ച് എഴുതിയ പുസ്തകത്തിന്റെ പ്രകാശനത്തിനും മകളുടെ കല്യാണത്തിനും പരോളിൽ വന്നിരുന്നു. ചെയ്യാത്ത കുറ്റത്തിനാണ് ജയാനന്ദനെ ശിക്ഷിച്ചതെന്നാണ് ചിലരുടെ അഭിപ്രായം. ചെയ്ത തെറ്റിൽ പശ്ചാത്താപം ഉണ്ടെന്നും മാനസാന്തരം വന്നെന്നും പുസ്തകങ്ങളുടെ ലോകത്തേക്ക് ഒതുങ്ങുന്ന ആളാണ് പുതിയ ജയാനന്ദൻ എന്നുമൊക്കെ കേട്ടിരുന്നു. എന്നാൽ ഗോവിന്ദസ്വാമിയെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഭീകരനായ മനസ്സാക്ഷിയില്ലാത്ത ഒരു കൊലപാതകയാണ് ജയാനന്ദൻ. തലക്കടിച്ചു കൊന്ന സ്ത്രീയുടെ കൈകൾ വെട്ടി ആഭരണങ്ങൾ എടുത്ത ആളാണ് ജയാനന്ദൻ. ഒരു പരിചയവുമില്ലാത്ത യാതൊരു മുൻവൈരാഗ്യവും ഇല്ലാത്ത ആളുകളെ തലക്കടിച്ചു കൊന്ന് മോഷണം നടത്തുന്നവനെ ആയുഷ്കാലം തടവ് തന്നെയാണ് വേണ്ടത്. ഇരകളുടെ പിടച്ചിലിൽ സന്തോഷം കണ്ടെത്തുന്നവർ, ചോരയുടെ ഗന്ധം ഇഷ്ടപ്പെടുന്നവർ, പൂക്കളെയും പൂമ്പാറ്റകളെയും സ്നേഹിക്കും എന്നാരെങ്കിലും കരുതിയാൽ അത് തെറ്റാണ്. ഗോവിന്ദസ്വാമിയും റിപ്പർ ജയാനന്ദനും ഒന്നും ഒരു ദയയും അർഹിക്കുന്നില്ല.